വൻ പദ്ധതി പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം. NDAക്ക് ഭരണം നൽകിയാൽ കേരളത്തിൽ അത്ഭുതകരമായ വികസനം കൊണ്ടുവരുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളത്ത് 4 പരിപാടികളിലാണ് മോദി പങ്കെടുത്തത്. ഇവിടെ എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു ഡെസ്പറേറ്റ് ആയ ഒരു പൊളിറ്റിക്കൽ തന്ത്രം. എയിംസ് അടക്കം വൻ വികസന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് കേരളം പ്രതീക്ഷിച്ചത്. 10,800 കോടിയുടെ വികസന പദ്ധതിയായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിൽ ഭൂരിഭാഗവും നേരത്തെ പ്രഖ്യാപിച്ചതോ പൂർത്തിയായതോ ആയ പദ്ധതികളാണ്. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ നേരത്തെ പ്രഖ്യാപിച്ച ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. इससे केरलम और तमिलनाडु दोनों राज्यों के लोगों को और अधिक सुविधा होगी. NDA റാലിയിൽ വികസനത്തിലൂന്നി പ്രസംഗിച്ച പ്രധാനമന്ത്രി വികസനത്തിന് തടസ്സം LDFും UDFും ആണെന്ന് കുറ്റപ്പെടുത്തി. इन दोनों ग्रुपों को लगता है कि 5-10 साल बाद उनकी ही बारी आएगी, इसलिए वो केरलम के विकास के लिए मेहनत नहीं करते. കേവലം 4 മണിക്കൂർ നീണ്ട കേരള സന്ദർശനത്തിൽ ധീവരസഭയുടെ സമ്മേളനം, കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനം, റോഡ് ഷോ, NDA സമ്മേളനം എന്നീ 4 പരിപാടികളിലാണ് മോദി പങ്കെടുത്തത്. BJP കൊട്ടിഘോഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നിന്നും മടങ്ങിയത്. ഇതോടെ വെട്ടിലായത് NDA നേതൃത്വമാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ലേയേഷിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1.